ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല തണുപ്പ് സമയത്ത്, നല്ല മഴയുള്ള സമയത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഒക്കെ എങ്ങനെ തയ്യാറാക്കാവുന്നുള്ള റെസിപ്പിയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഇഡലിയും ദോശയും ഒക്കെ തയ്യാറാക്കുന്നവരാണ്. പക്ഷെ തണുപ്പ് സമയത്ത് നമ്മൾ ചൂട് സമയത്ത് ചെയ്യുന്നത് പോലെ നല്ലതായിട്ട് മാവ് പൊങ്ങി വരില്ല. അതുപോലെ തന്നെ ഇഡലിയും ദോശയൊക്കെ നന്നായിട്ട് കിട്ടുകയുമില്ല. അപ്പൊ ഞാനിവിടെ ഡൽഹിയിലാണ്. ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ചൂട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നല്ല തണുപ്പാണ്. ഈ തണുപ്പ് സമയത്താണ് ഞാൻ ഇഡലി തയ്യാറാക്കുന്നത്. ഇതേപോലെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരാനുള്ള ടിപ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ പച്ചരിയാണ്, ഇഡലി റൈസ് ഒന്നുമല്ല. അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്ന അളവിൽ എടുത്തിട്ടുണ്ട്. പച്ചരി എടുത്തതിന്റെ പകുതി അളവിൽ തന്നെ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തണുപ്പ് സമയം ആയതുകൊണ്ടാണ് ഉഴുന്ന് നമ്മൾ പകുതി അളവിൽ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരിയും ഉഴുന്നും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തില് വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പൊ ദാണ്ടെ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അരിയും ഉഴുന്നും കുതിരാനായിട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ്. സാധാരണ വെള്ളമല്ല, നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ തിളച്ച വെള്ളത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടുകയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടുകയും ചെയ്യും. അപ്പൊ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഊറ്റിക്കളയണം. നമ്മൾ ഈ ഉഴുന്നിന്റെ വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. ഈ ഉഴുന്നിന്റെ വെള്ളം നമ്മൾ കളയരുത്. ആ വെള്ളത്തിലാണ് ഈ ഉഴുന്നിന്റെ എല്ലാ സത്തും അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോഴേ കുറച്ച് ചോറും കൂടി ചേർത്താണ് അരച്ചെടുക്കുന്നത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ചോറുണ്ട്. അപ്പൊ ഈ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഡലി ആയാലും ദോശ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമായിരുന്നു. ഉഴുന്നിനകത്തിലും അരിക്കകത്തും ചേർത്ത് കൊടുത്തത്. ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ചേർത്ത് കൊടുത്താണ് നമ്മൾ അരയ്ക്കുന്നത്. ഈ വെള്ളം പോരാതെ വരുവാണെങ്കിൽ നമുക്ക് വേറെ വെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഉഴുന്നും ഉലുവയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും ചോറും കൂടി ചേർത്ത് 2 ട്രിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം അരിയും ഉഴുന്നും എല്ലാം നമ്മളിപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. അരി കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൈയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തവിയൊന്നും ഉപയോഗിച്ചല്ല മിക്സ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ മാവ് നമ്മൾ അടിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്ക് നമുക്ക് കൈ കഴിക്കുമ്പോഴേ ഒന്ന് നിർത്തി വെക്കാം. എന്നിട്ട് ദാണ്ട് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇത് തണുപ്പ് സമയത്ത് മാത്രമല്ല, നമ്മൾ ഏത് സമയത്തായാലും ഇഡലിയും ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കുമ്പോൾ ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിതൊരു 10 മിനിറ്റ് നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി കൊടുത്തിട്ട് ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ കൈ വേദന എടുക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി വേറൊരു ടിപ്പും കൂടി ഉണ്ട്. ഇവിടെ ഞാൻ ഒരു ചരുവത്തില് കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. തിളപ്പിച്ചിട്ടില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഇഡലി മാവ് എടുത്തു വെക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോഴേ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള ഒരു തുണി നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്താൽ അത്രയും കൂടി ചൂട് നമ്മുടെ മാവിന് കിട്ടുന്നതാണ്. അപ്പൊ ഞാനിത് തലേദിവസം വൈകിട്ടാണ് അരച്ചു വെക്കുന്നത്. രാത്രിയിലാണ് ഇതേപോലെ ഞാൻ വെള്ളത്തിന്റെ പുറത്ത് എടുത്തു വെച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഇഡലി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ അടച്ചു വെച്ചു കൊടുക്കാം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് നോക്കാം.
അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഈ അടപ്പൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം. നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും ഇതിന്റെ അവസ്ഥ. ഞാൻ ഇതിന്റെ അടിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവിന്റെ അവസ്ഥ കണ്ടില്ലേ, നന്നായിട്ട് സോപ്പ് പോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഈ നിലത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് കിട്ടും. നമ്മൾ ഇത്രയും ടിപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ ദോശമാവായാലും ഇഡലി മാവായാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ച് പോലുള്ള ഇഡലി ആയാലും ദോശയായാലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, മാവ് കണ്ടില്ലേ? അപ്പൊ ഞാനിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ പാത്രത്തിന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ നമുക്കിനി ഇഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ വേണ്ട ഇതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ മാവ് ഇഡലിത്തട്ടിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇഡലിത്തട്ടിൽ ഒഴിക്കുമ്പോഴേ ഇതിന്റെ ഫുള്ള് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗമോ പകുതി ഭാഗമോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ 2 തട്ടിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് 2 തട്ടും ഇറക്കി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പൊ ആ നേരത്തിന് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 സവാളയായിരുന്നു. അപ്പൊ അത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ, ചരടമുളകില്ലേ, ആ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വഴറ്റുന്ന സമയത്ത് എന്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് ചൂടാറുമ്പോഴേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഈ ചട്നി എടുക്കുന്നത്. അപ്പൊ നമുക്കിത് തണുക്കുമ്പോഴേ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ആ നേരം കൊണ്ട് ദാണ്ട് നമ്മുടെ ഇഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ദാണ്ട ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാം. നോക്കിക്ക്, നല്ല സ്പോഞ്ചി ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത്രയും നല്ല തണുപ്പത്താണ് ഞാൻ ഈ ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇത് കിട്ടിയിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇഡലി കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇഡലിയും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ചട്നിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കടുകും കൂടി താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡലിയെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പം ഏത് തണുപ്പായാലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇഡലി ആയാലും ദോശ ആയാലും. അപ്പൊ എല്ലാവരും ഈ ട്രിക്സും ടിപ്സും ഒക്കെ ഉപയോഗിച്ച് ഇനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. പിന്നീട് ഞാനിടുന്ന തുടർന്നുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.